മറ്റു പാർട്ടികളിൽ നിന്നും ഇനിയും കൂടുതൽ നേതാക്കൾ ബിജെപിയിലേക്ക് എത്തുമെന്ന് ആവർത്തിക്കുകയാണ് ബിജെപി നേതാവ് പത്മജ വേണുഗോപാൽ. ബിജെപിയുടെ പ്രവർത്തനങ്ങളെല്ലാം രഹസ്യമാണ്. കേരളം ഞെട്ടുന്ന തരത്തിൽ ഇനിയും പ്രമുഖർ പാർട്ടിയിലേക്ക് വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ സംസ്ഥാനത്ത് ബിജെപിയുടെ സാധ്യത കൂടിയെന്നും പത്മജ പറഞ്ഞു. വൺ ഇന്ത്യ മലയാളത്തിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പത്മജയുടെ പ്രതികരണം. NDA വീണ്ടും അധികാരത്തിലെത്തിയാൽ താങ്കളെ ഗവർണറാക്കുമെന്ന് BJP കേന്ദ്ര നേതൃത്വം ഉറപ്പേകിയതായി പ്രചാരണമുണ്ടായിരുന്നല്ലോ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഇത്തരം ചർച്ചകൾ കേട്ടതെന്നും അല്ലാതെ എനിക്ക് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ലെന്നായിരുന്നു പത്മജയുടെ മറുപടി. ഛത്തീസ്ഗഡ് ഗവർണർ ആരോഗ്യപരമായ കാരണങ്ങളാൽ പദവി ഒഴിയാൻ നിൽക്കുകയാണ്. ഈ സ്ഥാനത്തേക്ക് താങ്കളെ പരിഗണിക്കുമോ? BJP കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്ന അനുബന്ധ ചോദ്യത്തിന് അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചാൽ തന്നെ അത് ഞാൻ പുറത്തു പറയില്ലല്ലോ, കൃത്യമായ സമയത്ത് ഞാൻ പറയും എന്നായിരുന്നു പത്മജയുടെ മറുപടി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ താങ്കൾ BJP സ്ഥാനാർത്ഥിയാവുമെന്ന അഭ്യൂഹമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് എന്നോട് ആരും ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സംസാരിച്ചിട്ടില്ലെന്ന് പത്മജ മറുപടി പറഞ്ഞു. തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ കൂടെ നടന്ന് ചതിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് താങ്കൾ K മുരളീധരന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ മുരളി ഇക്കാര്യം തള്ളി താങ്കളെ വ്യക്തിഹത്യ നടത്തി. പിന്നീട് എപ്പോഴെങ്കിലും ഇക്കാര്യം മുരളിയോട് സൂചിപ്പിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഇതൊന്നും രാഷ്ട്രീയ കാര്യങ്ങളല്ല, ചേട്ടനുമായി മിണ്ടുന്നുണ്ടോ എന്നതൊക്കെ വ്യക്തിപരമായ കാര്യമല്ലേ, രാഷ്ട്രീയം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല, അദ്ദേഹത്തിന് നേരിട്ട് അക്കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിരിക്കുകയല്ലേ, പിന്നെ കൂടുതൽ ചോദിക്കേണ്ടതില്ലല്ലോ എന്നായിരുന്നു പത്മജയുടെ മറുപടി. തൃശൂരിലെ പരാജയ കാരണങ്ങൾ സംബന്ധിച്ച കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ട് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതെന്നാണ് കരുതുന്നത് എന്ന ചോദ്യത്തിന് ഇനി അത് പുറത്തു വരുമെന്ന് കരുതുന്നില്ല, ഇവിടെ ചിലരുടെ കയ്യിലാണല്ലോ പാർട്ടി അധികാരം, അതുകൊണ്ട് സത്യസന്ധമായ റിപ്പോർട്ട് വരുമോ എന്ന് പോലും അറിയില്ല എന്ന പത്മജ മറുപടി പറഞ്ഞു. തൃശൂർ ലീഡർ K കരുണാകരന്റെ മണ്ണാണ്. അവിടെയാണ് BJPക്കായി താങ്കൾ പ്രചാരണം നടത്തുകയും സഹോദരൻ തോൽക്കുകയും ചെയ്തത്. ലീഡറുടെ ആത്മാവ് താങ്കളോട് പൊറുക്കുന്നില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് എന്ന ചോദ്യത്തിന് കോൺഗ്രസിൽ ആർക്കാണ് കോൺഗ്രസിനോട് സ്നേഹമുള്ളത്? എന്റെ അച്ഛൻ ഒരുപാട് സ്നേഹിച്ച മണ്ണാണിത്, അവിടെയല്ലേ കോൺഗ്രസുകാർ എന്നെ തോൽപ്പിച്ചത്, പിന്നെ അവർക്ക് എന്നെ ചോദ്യം ചെയ്യാൻ എന്താണ് അവകാശം എന്ന മറുപടിയായിരുന്നു പത്മജയുടേത്. BJPയിലേക്ക് ഇനിയും മുഖ്യമന്ത്രിമാരുടെ മക്കളെത്തും എന്നാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് താങ്കൾ പറഞ്ഞത്. ഈ അഭിപ്രായം ഇപ്പോഴുമുണ്ടോ? എന്താണ് സാധ്യതയെന്ന ചോദ്യത്തിന് ഇപ്പോൾ സാധ്യത കൂടിയിട്ടേയുള്ളൂ. കേരളം ഞെട്ടുന്ന തരത്തിൽ നേതാക്കൾ വന്നേക്കാം. സമയത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയുന്നില്ല, പക്ഷേ പല മാറ്റങ്ങളും ഉണ്ടാകും. വെപ്രാളമെടുത്തിട്ട് കാര്യമില്ല, കാര്യങ്ങൾ സമയമെടുത്തേ നടക്കൂ എന്ന് പത്മജ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.